ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 9 7-ാമത്തെ ശ്ലോകമാണ് പഠിക്കേണ്ടത്. നമുക്ക് ശ്ലോകം ചൊല്ലാം. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ ഹരേ ജയ ജയ പ്രഭോ പദമുപൈഷി ദിഷ്ട്യാദൃശോ കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാമിതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമാ പാഹി മാം. ഈ ശ്ലോകത്തിൽ ബ്രഹ്മാവ് താൻ ദർശിച്ച അനന്തശായി സ്വരൂപിയായ ഭഗവാനെ പ്രകീർത്തിക്കുകയാണ്. നമുക്ക് ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഈ ആദ്യത്തെ 3 വരികൾ ബ്രഹ്മാവ് ഭഗവാനോട് പറയുന്ന ഭാഗമാണ്. ശ്രുതി പ്രകരദർശിത പ്രചുരവൈഭവ ശ്രീപദേ. ശ്രുതി എന്നാൽ വേദം, പ്രകരം എന്നാൽ സമൂഹം. ശ്രുതിപ്രകരം വേദസമൂഹങ്ങളിൽ ദർശിത കാണിച്ചു തന്നിട്ടുള്ളതും അല്ലെങ്കിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളതും. ശ്രുതിപ്രകരദർശിത എന്നാൽ വേദശാസ്ത്ര സമൂഹങ്ങളിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ളതും. പ്രചുരവൈഭവ, പ്രചുരം എന്നാൽ അത്യധികം, വൈഭവം എന്നാൽ മഹിമകൾ. പ്രചുരവൈഭവം അത്യധികം മഹിമകളോട് കൂടിയവനുമായ ശ്രീപദേ ലക്ഷ്മീപദേ രമാകാന്തനായ ഭഗവാനെ ഹരേ ജയ ജയ പ്രഭോ. ഹരേ എല്ലാ ദുഃഖങ്ങളെയും ഹരിക്കുന്നവനെ, ഇല്ലാതാക്കുന്നവനെ. ജയ ജയ പ്രഭോ, പ്രഭോ അങ്ങ് ജയിച്ചാലും. പദമുപൈഷി ദിഷ്ട്യാ ദൃശോ. പദം ഉപൈഷി, പദം എന്നാൽ അങ്ങയുടെ പരമപദം, അങ്ങയുടെ ദിവ്യരൂപം. ഉപൈഷി ദൃശ്യമായി അല്ലെങ്കിൽ വിഷയീഭവിച്ചു. ദിഷ്ട്യാ ദൃശോ, ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട്. ദൃശോ എൻ്റെ കണ്ണുകൾക്ക്, ദൃശഃ എൻ്റെ കണ്ണുകൾക്ക്. ദിഷ്ട്യാ ഭാഗ്യം കൊണ്ട്. പദമുപൈഷി അങ്ങയുടെ പരമപദം എൻ്റെ കണ്ണുകൾക്ക് വിഷയീഭവിച്ചു, എൻ്റെ കണ്ണുകൾക്ക് ദൃശ്യമായി. അല്ലയോ ലക്ഷ്മീപദേ രമാകാന്തനായ ഭഗവാനെ, വേദശാസ്ത്രങ്ങളിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ളതും അത്യധികം മഹിമകൾ ഉള്ളവനുമായ അങ്ങ് ജയിച്ചാലും പ്രഭോ, എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അങ്ങയുടെ ഈ പരമപദം, ഈ ദിവ്യരൂപം എൻ്റെ കണ്ണുകൾക്ക് ദൃശ്യമായത് അല്ലെങ്കിൽ വിഷയീഭവിച്ചത്. കുരുഷ്വ ധിയമാശുമേ ഭുവന നിർമ്മിതൗ കർമ്മഠാം. കുരുഷ്വ ചെയ്താലും. ധിയം ആശുമേ, ധിയം ആശു മേ. ധിയം എന്നാൽ ബുദ്ധിയെ, ആശു വേഗം, മേ എൻ്റെ. ധിയമാശുമേ എൻ്റെ ബുദ്ധിയെ വേഗം തന്നെ. ഭുവന നിർമ്മിതൗ, ഭുവനം എന്നാൽ ലോകം, വിശ്വം. ഭുവന നിർമ്മിതൗ ഈ ലോകത്തെ നിർമ്മിക്കുന്നതിനായിട്ട്, ഈ ഭുവന നിർമ്മിതിക്കു വേണ്ടി. കർമ്മഠാം കഴിവുള്ളതാക്കി അല്ലെങ്കിൽ സാമർഥ്യമുള്ളതാക്കി. കുരുഷ്വ ചെയ്താലും. എൻ്റെ ബുദ്ധിയെ വേഗം തന്നെ ഭുവന നിർമ്മിതിക്കു വേണ്ടി സാമർഥ്യമുള്ളതാക്കി ചെയ്താലും അല്ലയോ ഭഗവാനെ. ഇതി ദ്രുഹിണവർണ്ണിത സ്വഗുണബംഹിമാ പാഹിമാം. ഇതി ഇപ്രകാരം. ദ്രുഹിണ ബ്രഹ്മാവിനാൽ. വർണ്ണിത വർണ്ണിക്കപ്പെട്ടതും. ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടതും. സ്വഗുണബംഹിമ സ്വന്തം ഗുണങ്ങളിൽ ആധിക്യമുള്ളവനും, സ്വന്തം ഗുണങ്ങളിൽ വർദ്ധിച്ച സ്വഗുണങ്ങളോട് കൂടിയവനുമായ അങ്ങ് പാഹിമാം എന്നെ രക്ഷിച്ചാലും എന്നാണ് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുന്നത്.
അതായത് ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടവനും സ്വന്തം മഹിമകളുടെ ആധിക്യമുള്ളവനുമായ അങ്ങ് എന്നെയും രക്ഷിച്ചാലും എന്ന് മേൽപ്പത്തൂർ ഭഗവാനോട് പറയുകയാണ്. ഇനി ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ലക്ഷ്മീപദേ, രമാകാന്തനായ ഭഗവാനെ, വേദശാസ്ത്രങ്ങളിൽ വ്യക്തമായി കാണിച്ചു തന്നിട്ടുള്ളതും അത്യധികം മഹിമകൾ ഉള്ളവനുമായ ഹരേ, അങ്ങ് ജയിച്ചാലും പ്രഭോ, എൻ്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അങ്ങയുടെ ഈ പരമപദം, ഈ ദിവ്യരൂപം എൻ്റെ കണ്ണുകൾക്ക് വിഷയീഭവിച്ചത്. എൻ്റെ ബുദ്ധിയെ വേഗം തന്നെ ഭുവന നിർമ്മിതിക്കു വേണ്ടി സാമർഥ്യമുള്ളതാക്കി ചെയ്താലും ഭഗവാനെ, ഇപ്രകാരം ബ്രഹ്മാവിനാൽ വർണ്ണിക്കപ്പെട്ടവനും സ്വന്തം മഹിമകളുടെ ആധിക്യമുള്ളവനുമായ അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും രക്ഷിച്ചാലും എന്നാണ് മേൽപ്പത്തൂർ ഈ ശ്ലോകത്തിൽ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ, ഹരേ ജയ ജയ പ്രഭോ, പദമുപൈഷി ദിഷ്ട്യാദൃശോ, കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതോ കർമ്മഠാം, ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശ്രുതി പ്രകരദർശിത പ്രചുര വൈഭവ ശ്രീപതേ, ഹരേ ജയ ജയ പ്രഭോ, പദമുപൈഷി ദിഷ്ട്യാദൃശോ, കുരുഷ്വധിയമാശു മേ ഭുവന നിർമ്മിതൗ കർമ്മഠാം, ഇതി ദ്രുഹിണവർണിത സ്വഗുണബംഹിമാ പാഹി മാം. എട്ടാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.